മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയെ അപമാനിച്ചെന്നും താര നേതാവിന്റെ നിലവാരത്തിൽ നിന്നും മുഖ്യമന്ത്രി ഉയരണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നതായി മുഖ്യമന്ത്രി ആരോപിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 180 കിലോ സ്വർണവും 123 കോടി രൂപയുടെ കള്ളപ്പണവും മലപ്പുറത്ത് നിന്നും പിടികൂടിയതായി മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിരുന്നു. ഈ പരാമർശങ്ങൾക്കെതിരെയാണ് മുസ്ലിം ലീഗ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയെ അപമാനിച്ചതായും സ്വർണ്ണക്കടത്തിന് പിന്നിൽ കണ്ണൂരിൽ നിന്നുള്ള സംഘങ്ങൾ ആണെന്നും PMA സലാം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ ചെയ്തു എന്നത് കരിപ്പൂർ എയർപോർട്ട് അവിടെ ആയതുകൊണ്ട് ആ എയർപോർട്ടിലൂടെ വരുന്ന സ്വർണത്തെക്കുറിച്ചായിരിക്കാം അദ്ദേഹം പറയുന്നത്. അത് മലപ്പുറം ജില്ലയിലാണോ? അവിടെ പിടിക്കപ്പെട്ടതിൽ ഏറെ കണ്ണൂർ ജില്ലക്കാരാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകൾ പോയിട്ടാണ് അവിടെ സ്വർണം കടത്തുന്നവരെ തട്ടിക്കൊണ്ടു പോകുന്നത്, സ്വർണ്ണ വെട്ടിപ്പ് നടത്തുന്നത്. ഒരുപാട് തെളിവുകളും പ്രതികളും അതിൽ നമുക്ക് കിട്ടിയില്ലേ? അതിന് മലപ്പുറം ജില്ലയുടെ നിലയിലിടല. അതോടൊപ്പം വോട്ട് നേടാൻ മുഖ്യമന്ത്രി വർഗീയ ഭിന്നിപ്പുണ്ടാക്കുന്നതായി മുസ്ലിം ലീഗ് ആരോപിച്ചു. വോട്ട് നേടാൻ ഇത്രയും മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന, വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന നിലപാടുകൾ മാർക്സിസ്റ്റ് പാർട്ടി കുറെ കാലമായി സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണല്ലോ വടകരയിലെ നമ്മുടെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കാര്യം. അതുപോലുള്ള നിരവധി കാര്യങ്ങൾ നമ്മളെ മുമ്പിലുണ്ട്. PV അൻവർ CPM തർക്കം മുഖ്യമന്ത്രിയുടെ പരാമർശത്തോടെ മുസ്ലിം ലീഗ് CPM തർക്കത്തിലേക്ക് വഴിമാറി. ജനം, കണ്ണൂർ.